Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered. Lakshmi Narayana Group of Educational Institutions, Palappuram, Ottapalam, Mayanur. പഴമയും പുതുമയും സമ്മേളിക്കുന്ന ഓണാഘോഷത്തിൽ പാരമ്പര്യ തനിമയാർന്ന ഓണാഘോഷങ്ങൾ ഓർത്തെടുത്ത് ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരൻ. പഴമയും പുതുമയും സമ്മേളിക്കുന്ന ഓണാഘോഷത്തിൽ പാരമ്പര്യ ഓണാഘോഷങ്ങൾ ഓർത്തെടുക്കുകയാണ് പഴയന്നൂർ സ്വദേശിയായ കലാമണ്ഡലം പരമേശ്വരൻ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഇന്നത്തെ തലമുറകൾ, ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഓണം എന്നുള്ളത് ശരിക്കും പറയാൻ അറിയില്ല. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത്, കേരളം ഭരിച്ചിരുന്നത് മഹാബലി എന്ന മഹാരാജാവായിരുന്നു. ആ മഹാരാജാവ് വാണിരുന്ന കാലത്ത് കള്ളമില്ല, ചതിയില്ല, കള്ളത്തരങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓണം കൊണ്ടാടുന്നത്. മഹാബലി തിരുവോണം ദിവസം പ്രജകളെ കാണാൻ വരുന്നു എന്നുള്ളൊരു ഐതിഹ്യം കൂടെ അതിലുണ്ട്. അപ്പോൾ ഈ കഥകളെല്ലാം കാരണവരായിട്ടുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾ നമ്മുടെ പാരമ്പര്യം അത് നിലനിർത്തണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാറുള്ളത്. കാരണം നേരത്തെ പറഞ്ഞു, ഇന്നിപ്പോൾ നേരത്തെ ഈ മാവേലി വയ്ക്കുന്നതിൻ്റെ ഐതിഹ്യം എന്താണ്, ഇത് പലർക്കും അറിയില്ല. ഇതെന്തിനാണ് മാവേലി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഐതിഹ്യം അറിയില്ല. നമ്മുടെ തലമൂത്ത കാരന്മാർ അതിൻ്റെ ഐതിഹ്യം എന്താണ്, ഇങ്ങനൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു, മഹാരാജാവ് സ്വർഗതുല്യമായിട്ടുള്ള ഇവിടെ ഭരണം കാഴ്ചവെച്ചപ്പോൾ സഹിക്കാൻ വയ്യാതെ മഹാബലിയെ പാതാളത്തിലേക്ക് താത്തി എന്നുള്ളൊരു ഐതിഹ്യം കൂടി നമ്മൾ ഈ കഥയിൽ പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പം അങ്ങനെയുള്ളൊരു നമ്മുടെ നാട്ടിൽ ഈ ഐതിഹ്യം മാത്രമല്ല, ഈ പാരമ്പര്യം നിലനിർത്തണം. ഈ ഓണം ഇന്ന് നമ്മൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മൾ കേരളീയർ തിങ്ങിപ്പാർക്കുന്ന എല്ലാവിധ സംസ്ഥാനങ്ങളിലും ഓണം കൊണ്ടാടാറുണ്ട്. അതെനിക്ക് ബോധ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. 74 പിന്നിടുന്ന ഇദ്ദേഹം ഓട്ടംതുള്ളൽ കലാരംഗത്ത് ഇപ്പോഴും സജീവമാണ്. നിരവധി പുരസ്കാരങ്ങളും പ്രശസ്തി പത്രങ്ങളും ഏറ്റുവാങ്ങി അദ്ദേഹം കലാജീവിത സബര്യ തുടരുകയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഓണവും ഇപ്പോഴത്തെ റെഡിമെയ്ഡ് ഓണവും തമ്മിലുള്ള അന്തരങ്ങൾ പ്രതിപാദിക്കുകയാണ് പഴയ ഓണ ഓർമ്മകൾ ചികഞ്ഞെടുത്ത പരമേശ്വരൻ. പഴയകാലത്ത് തറവാടുകളിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഉത്സവമായിരുന്നു ഓണക്കാലം. കായവറവും ശർക്കരപ്പേരിയുമെല്ലാം അടുക്കളകളിൽ തയ്യാറാകുമ്പോൾ കുട്ടിക്കൂട്ടങ്ങൾ ഓണക്കളികളോടൊപ്പം ഓണമധുരവും നുകരാൻ ഓടിയെത്തുന്ന കാലങ്ങൾ. ഇന്ന് ഓണം റെഡിമെയ്ഡ് ഓണായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ മാതിരിയുള്ള ഓണമല്ല എന്നുള്ളത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിൽ, അതായത് സെപ്റ്റംബർ ഏകദേശം 10 കൂടിയിട്ട് പരീക്ഷാ കാലങ്ങളാണ്. ആ പരീക്ഷാ കാലങ്ങളെല്ലാം കഴിഞ്ഞ് സ്കൂൾ പൂട്ടുന്ന സമയമാണ്. ആ പൂട്ടുന്ന സമയത്ത് ഞങ്ങളുടെ വീടുകളിലെല്ലാം, എല്ലാവരുടെ വീടെന്ന് പറയുന്നില്ല, ഞങ്ങളുടെ മാതിരിയുള്ള വീടുകളിൽ എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്, അതുപോലെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഉള്ള പണികളാണ്. ഒരു ഓണക്കോടി എടുക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഓണക്കോടി എടുക്കുന്നത്. അത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആ ഒരു ട്രൗസറും അതുപോലെ ഒരു കുപ്പായും അണിയുമ്പോഴുള്ള ഒരു സുഖം വേറെ തന്നെയാണ്. അതിൻ്റെ മണം തന്നെ ഒരു പ്രത്യേകതയാണ്. കാരണം ഒരു ഓണക്കോടി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ഇന്നത്തെ മാതിരിയല്ല. ഇന്ന് വിചാരിച്ചാൽ തുണിക്കടയിൽ പോയിട്ട് ഇഷ്ടംപോലെ തുണികൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ആഹാരപദാർത്ഥങ്ങളുടെ കാര്യം എടുക്കട്ടെ. അന്ന് നല്ല നെല്ലരി കുത്തി അരിയാക്കിയിട്ട് കിട്ടുന്ന നെല്ലരി ചോറ് നമ്മൾ ഉണ്ണുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നതില്ല. കാരണം അച്ഛനെല്ലാം കന്ന് കൂട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കൃഷിക്കാരുടെ വീട്ടിൽ നിന്ന് നെല്ല് കൊണ്ടുവന്നിട്ട് പുഴുങ്ങി ഉണക്കി അതിൻ്റെ അരിയാണ് ഞങ്ങളെല്ലാം പുത്തിരി. ഇന്ന് പുത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പുന്നെല്ലിൻ്റെ അരി കൊണ്ട് ഉണ്ടാക്കുന്ന അരി ആണ് ഈ പുത്തിരി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പുത്തിരി ഉണ്ണുക എന്ന് പറയുന്നത്. ഇന്ന് അതെല്ലാം മാറി. ഈ കുട്ടികൾക്ക് എന്താണ് പുത്തിരി എന്ന് പോലും അറിയില്ല.
മുറ്റത്തെ പൂക്കളമിടേണ്ട തിരക്കിൽ പാടത്തും പറമ്പിലും നാട്ടുവഴികളിലുമെല്ലാം പൂവിനായി പരക്കം പായുമ്പോൾ ഇന്നത്തെ ഓണക്കാലം പരക്കം പാച്ചിലുകളില്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് സദ്യ ഓർഡർ ചെയ്ത് വിഷ്വൽ മീഡിയകളിൽ സിനിമകളും ഓണാഘോഷ പരിപാടികളും രസിച്ചിരിക്കുന്ന കാലമായി മാറിക്കഴിഞ്ഞു. ഒത്തുചേരലുകൾ ഇല്ലാതായി. ഒറ്റയ്ക്കായി ഓരോ വീടുകളും അവിടുത്തെ ആളുകളും. പണ്ട് തറവാട് വീടുകളിൽ സ്ത്രീജനങ്ങൾ കൈക്കൊട്ടിക്കളിയോടെ തുടങ്ങുന്ന ഓണക്കളികളിൽ പ്രധാനമായിരുന്നു ഊഞ്ഞാലാട്ടവും ഓണപ്പന്തുകളിയും വടംവലിയും ഓണത്തല്ലും. നിരവധി കളികളോടൊപ്പം എല്ലാം ആസ്വദിക്കുന്ന കാലങ്ങളായിരുന്നു പോയി മറഞ്ഞത്. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണമെത്തിയാൽ ആഘോഷങ്ങളോടെ കോടി വസ്ത്രങ്ങൾ അണിഞ്ഞ് പഴനുറുക്കും പായസവും നാലുവറവും ശർക്കരപ്പേരിയും കൂട്ടി സദ്യയുണ്ടതിനു ശേഷമായിരിക്കും ഒരു നാടിന്റെ എല്ലാ പരിശുദ്ധിയും ഉൾക്കൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഇന്നത്തെ തലമുറ ഇത്തരം ആവേശകരമായ ഉത്സവങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ടെങ്കിലും നാടൻ രീതികൾ ഇല്ലാതായി മാറുകയാണ് എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. CCV ന്യൂസ് പഴയന്നൂർ.